മൊത്തത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഒന്നാമത്തെ പടി മുതൽ മുമ്പോട്ട് ഉള്ളൊരു ചർച്ച അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു സെഷനാണ്, ഒരു സ്റ്റഡി പോലെ ആണ് നമ്മൾ എടുത്തു വരുന്നത്. ഇന്നിപ്പോ 11ാമത്തെ പടിയിൽ എത്തിയിരിക്കുന്ന. കഴിഞ്ഞ 10ാമത്തെ പടിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഇന്ന് മുതൽ 11, 12 ഈ 2 സെഷനോടുകൂടി നമുക്ക് ഈ എൻ്റെ ചെറിയ അനുഭവം വെച്ചുകൊണ്ട് ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് ആണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാൻ എഐക്ക് വേണ്ടിയിട്ട് മൊത്തത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഈ എ ജീവിതത്തിലുള്ള എൻ്റെ അനുഭവങ്ങളെ മുന്നിൽ പറയുന്നത്. അതുകൊണ്ട് എ മൊത്തത്തിൽ ബാധിക്കുന്നതായിട്ട് എൻ്റെ വാക്കുകൾ ഒരിക്കലും കാണരുത്. ഈ ഒരു പുസ്തകത്തിൽ ആധാരികമായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറയുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പടി മുതലുള്ള ഒരു മദ്യപാനി ആൽക്കോളിക്സ് അനോണിമസിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഒരു സാഹചര്യം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ലക്ഷക്കണക്കിന് മദ്യപാനികളുള്ള, കോടിക്കണക്കിന് മദ്യപാനികളുള്ള ഇന്നത്തെ ഈ സമയത്ത് നമ്മളിൽ കുറച്ച് ആളുകളിലേക്ക് ഈ ആൽക്കോളിക്സ് അനോണിമസിൽ എത്തിപ്പെടും. ഈ ഭാഷ മനസ്സിലാക്കുകയും നമുക്ക് സാധിക്കുന്നത് ഇതൊരു രോഗമാണെന്നും അല്ലാതെ മറ്റോ ഉള്ള കാര്യങ്ങളല്ല. നമ്മൾ മറ്റുള്ള ലോകം മുഴുവൻ നമ്മളെ പഴിക്കുന്നു, നമ്മൾ ധിക്കരിക്കുന്നു, അഹങ്കരിക്കുന്നു. ഇതെല്ലാം ഒരു 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 രോഗാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നതുകൊണ്ടാണെന്നുള്ള ബോധ്യം നമുക്ക് വരുന്നത്. ഇതൊരു ചികിത്സയില്ലാത്തൊരു രോഗമാണെന്നും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് ബോധ്യം വരുന്നു. അതുപോലെ തന്നെ ആ മദ്യത്തിന്റെ മുകളിലെ ശക്തിഹീന നമ്മൾ ഒന്നാമത്തെ പടിയിലെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. ആ അനിയന്ത്രിതാവസ്ഥയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞാണ്. എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വന്നോട്ടെ ചെയ്തിട്ടാണ്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങള് ഈ സെഷനിൽ എന്നെ കേൾക്കാത്ത ആരെങ്കിലും പറഞ്ഞാൽ അവർക്കും പ്രയോജനപ്പെടുത്തും. എനിക്കൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും മദ്യപിക്കാൻ പറ്റുന്നത്? ഞാൻ എന്തുകൊണ്ട്, എനിക്ക് എന്താണ് പ്രശ്നം, എന്നിൽ എന്താണ് കുറവ് എന്നുള്ളൊരു ആ കുറവോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചോളം ഉള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ മദ്യപാനം ഞാനൊരു കാലത്തും കൺട്രോൾ ചെയ്ത് കുടിച്ചിരുന്നു, ആസ്വദിച്ച് കുടിച്ചിരുന്നു. ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളേക്ക് മാറിയിട്ട് ഞാൻ ആകപ്പാടെ ഒരു പ്രത്യേക മാനസികമായിട്ടുള്ള അവസ്ഥയിൽ, ആ അവസ്ഥയിൽ എന്താണ് മദ്യമില്ലാത്ത ഒരു മദ്യമില്ലാത്ത അല്ലെങ്കിൽ മദ്യത്തിന് പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ സാധാരണക്കാർക്ക് മദ്യപിക്കുന്നവരെന്നും കുടിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കൊരു അഡിക്ഷൻ വന്നിട്ടില്ല. അവർക്ക് ഇന്ന് പൈസ ഇല്ല, കുഴപ്പമില്ല, എനിക്ക് കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പ്രശ്നമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് മദ്യപിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനായിട്ട് മാറുന്നു. ഭയങ്കര അസ്വസ്ഥത, ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ് ആവും. എനിക്ക് സമയത്തിന് എന്റെ മദ്യം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ ഒരു മീനിനെ പിടിച്ച് കരയിലിട്ടാൽ കിടന്ന് പിടയ്ക്കുന്ന പോലെയുള്ള പിടയ്ക്കുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ ആ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ് എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഭാഗത്തെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് കഥയിൽ ബില്ല് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയിരിക്കുന്നു എന്നുള്ള ഭാഗത്തിന് ഞാൻ റെസ്റ്റ്ലെസ് ആണ്, അസ്വസ്ഥതയുള്ളവനാണ്, മുൻചുണ്ടി, ഭയങ്കര ദേഷ്യം, എന്തിനും പൊട്ടിത്തെറിക്കും, എന്തിനും ആവശ്യമില്ലാതെ ആവശ്യത്തിനും എന്തിനായാലും എനിക്ക് ദേഷ്യം. എൻ്റെ അടുത്തേക്ക് ആരും വരില്ല. അതുപോലെ എനിക്ക് ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്, ഒരു കാര്യത്തിലും തൃപ്തിയില്ല, എന്ത് കാര്യത്തിനും എന്തിനോടും ആർത്തി. അതുപോലെ തന്നെ എല്ലാത്തിനെയും കുറ്റം, മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിലും എനിക്ക് അസംതൃപ്തരാണ്. അവർ ആ ഒരു രീതിയിൽ കുറ്റപ്പെടുത്തലുകളും ഇങ്ങനെയുള്ളപ്പോൾ ഞാനൊരു ഒറ്റപ്പെട്ട ഒരു ഐസൊലേഷനിലേക്ക് മാറും. ഒരു ഏകാന്തമായിട്ടുള്ള ഞാനും എൻ്റെ മദ്യവുമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഞാനും എൻ്റെ മദ്യവും മാത്രം, അത് മാത്രം ശരിയെന്നുള്ളൊരു ധാരണയിലേക്ക്. ആ ഒന്നാമത്തെ പടി നമുക്ക് അതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം. അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ പടി 100%. അപ്പൊ അതാണ് എന്റെ പ്രോബ്ലം. ആക്ച്വലി എന്റെ പ്രോബ്ലം എന്താണെന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പടി പറയുന്നത്. വാട്ട് ഈസ് മൈ പ്രോബ്ലം? അപ്പൊ പ്രോബ്ലത്തിനെ അറിയാതെ നമ്മൾ സൊല്യൂഷനിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മരുന്ന് കഴിക്കാൻ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ബ്ലൈൻഡ് ആയിട്ട് മരുന്ന് കഴിക്കുമായിരിക്കും ഇല്ല. നമ്മൾ അതിനൊരു ഡോക്ടറെ കണ്ടുന്നു, നമ്മുടെ ഡോക്ടർ അതിന്റെ ടെസ്റ്റുകൾ നടത്തുന്നു, അതിനുശേഷം രോഗനിർണയം നടത്തുന്നു, അതിനുശേഷം നമുക്കൊരു ഒരു പ്രോസസ്, ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പോകണം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്നാണ്, എന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്നാണ്. ദാറ്റ് ഈസ് രണ്ടാമത്തെ പടി. ഐ കെയിം ടു ബിലീവ് ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ്. എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ എന്റെ ഈ പവർലെസ്നെസ്സും ശക്തിഹീനതയും എനിക്ക് അൺമാനേജബിലിറ്റി, എന്റെ ജീവിതത്തിലെ അനിയന്ത്രിതാവസ്ഥയും എന്റെ ശക്തിഹീനതയും
മാറ്റിത്തരാനായിട്ട് രണ്ടാമത്തെ പടിയിൽ അത് ആ രണ്ട് കാര്യത്തെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻസാനിറ്റി. ഇംഗ്ലീഷിൽ ഇൻസാനിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസൈൻ എന്താണ്? എനിക്കൊരു ശരിക്കും ഇൻസൈൻ്റെ അർത്ഥം എന്താണ്? ഭ്രാന്താണ്. നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇൻസാനിറ്റിയുടെ അർത്ഥം സാനിറ്റിയിലേക്ക്. അപ്പൊ ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റി സുബോധവാനാക്കുവാനായിട്ട് ആ ഒരു ശക്തിക്ക് മാത്രം, അതാണ് എന്റെ സൊല്യൂഷൻ. ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. അതെങ്ങനെ സാധിക്കും? ആ ഒരു തലത്തിലേക്ക് അതിനുശേഷം അതിനോടാണ് മൂന്നാമത്തെ പടി, അതിന്റെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. മൂന്നാമത്തെ പടി പോലെ ഐ മെയ്ഡ് എ ഡിസിഷൻ. എന്റെ ജീവിതത്തിലെ ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ എന്റെ ജീവിതവും എന്റെ ഇച്ഛകളും ഞാൻ ഐ ടേൺ മൈ വിൽ തിരിച്ചുവിടുവാനായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷിലെ ഭാഷ പ്രകാരം ഐ ടേൺ മൈ വിൽ എന്നാണ്. ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക എന്നാണ്, വിട്ടുകൊടുക്കാന്നല്ല. എന്നാൽ അത് തെറ്റാണെന്ന് ഞാൻ ഇവിടെ വാദിക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഉചിതമായിട്ട് തോന്നുന്നത് ഒരു തിരിച്ചുവിടലാണ്, ഒരു തിരിച്ചൊരു യൂട്ടാണ്. എന്റെ ഈ സഞ്ചരിക്കുന്ന വഴിവിട്ട യാത്രയിൽ ഞാനൊരു നിയന്ത്രണത്തിന് വിധേയമായിട്ട് മൂന്നാമത്തെ പടിയില് ഞാനൊന്ന് തിരിച്ചുവിടുന്നു. അതെന്താണ്? ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക്. അവിടെ നമ്മളൊരു മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥന നമുക്ക് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ആ മൂന്നാമത്തെ പടിക്ക് ശേഷം മുതലാണ് ആ കർമ്മ പദ്ധതിയുടെ ആരംഭം. അത് നാലാമത്തെ പടിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ഈ 1, 2, 3 പടികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫൗണ്ടേഷൻ സ്റ്റെപ്പാണ്. ഈ ഫൗണ്ടേഷൻ സ്റ്റെപ്പിൽ ഞാൻ പൂർണ്ണമായിട്ടും എന്റെ ഫൗണ്ടേഷൻ സ്റ്റെപ്പിൽ ഞാൻ പൂർണ്ണമാകാത്തിടത്തോളം കാലം അതിനകത്തും വേണ്ടത്ര നമ്മൾ ബിഗ് ബുക്കിൽ എഴുതിക്കുന്ന വേണ്ടത്ര സിമെന്റും ചരലും ഒക്കെ ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ, കൃത്യമല്ലെങ്കിൽ, അഥവാ സത്യസന്ധത എന്ന് പറഞ്ഞ ഒന്നാമത്തെ പടിയിലെ ഹോണസ്റ്റിയും, രണ്ടാമത്തെ പടിയിലെ തുറന്ന മനസ്ഥിതിയും എന്ന് പറഞ്ഞ ഓപ്പൺ മൈൻഡ്നെസ്സും, മൂന്നാമത്തെ പടിയിലെ വില്ലിങ്നെസ് എന്ന് പറഞ്ഞ സന്നദ്ധതയും, ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ട്. നമുക്കൊരു കെട്ടിടം പണിയുമ്പോൾ നമുക്കറിയാം സിമെന്റും മണലും ചരലും ചേർക്കുന്നതിന് ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പോയാൽ തന്നെയാണ് ആ കോൺക്രീറ്റ് കറക്റ്റ് ആയിട്ടുള്ള ബലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വിഷയം വന്നിട്ട് ഞങ്ങളുടെ എറണാകുളത്ത് പാലാരിവട്ടം പൊട്ടിപാല് പൊട്ടും. അപ്പൊ അങ്ങനെ പൊട്ടല് വരുമ്പോഴാണ് ഈ വീഴ്ചകൾ പലർക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നിന്ന് നമുക്ക് വ്യതിചലിച്ചു കൂടാം. ഈ 3 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ശരിയായി. ഈ 1, 2, 3 പടികളിൽ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള എന്റെ ഭിത്തികൾ കെട്ടലും എന്റെ മുകളിലുള്ള വാർപ്പും തട്ടടിക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഇതൊരു പ്രോസസ്സാണെന്ന് നമ്മൾ വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ഈ പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ 4മത്തെ പടിയിലേക്ക് പോകുന്നു. നമ്മൾ നമ്മളെ കുറിച്ചുള്ള ധാർമ്മികമായിട്ടുള്ള സൂക്ഷ്മതയോടും ഭയം കൂടാതെ ഒരു നടത്തി അതിൽ നിന്നാണ് ഞാൻ പറയാൻ നിങ്ങളോട് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടപ്പോൾ എന്റെ സ്വഭാവത്തിലുള്ള ന്യൂനതകൾ ചെറുപ്പം മുതലേ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എനിക്ക് വ്രണതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, അതിന്റെ പരിണിത ഫലമായിട്ട് ഞാൻ മാനസികമായിട്ട്, കാരണം ഞാൻ എന്റെ വീട്ടിൽ എന്റെ വീട് ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള വീടായിരുന്നു. കാരണം എന്റെ ഫാദർ അപ്പച്ചൻ നന്നായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു. മിക്കവാറും കുടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ചിലപ്പോൾ അമ്മച്ചിയെ ഒത്തിരി അടിക്കുന്നതും വളരെ ദാരുണമായിട്ട് അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലൊരു അപ്പച്ചനോടുള്ള ഭയങ്കര പകയും വിദ്വേഷം ഒന്നും അറിയില്ല, ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പ്. ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു? എന്നെ ഒന്ന് സ്നേഹിക്കുന്ന പോലും, സ്നേഹത്തോടുകൂടി തലോടിയതായിട്ട് ഓർമ്മ പോലും ഇല്ല. അത്രയ്ക്ക് ഭയത്തോടുകൂടിയാണ് അപ്പച്ചൻ നോക്കിയത്. അപ്പൊ അങ്ങനെ ഉള്ള അതിനുശേഷം ഞാൻ ടീനേജിലേക്ക് വരുന്നു. അവിടെ മുതൽ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മനസ്സുകൊണ്ട് പല തെറ്റായിട്ടുള്ള ചില അന്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള ചില വിവരങ്ങൾ അവിടെ നിന്നെങ്കിലും കിട്ടും. അതിലേക്ക് കീറി പിടിക്കും. ഇങ്ങനെ നമ്മളൊരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മനസ്സുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു കുട്ടിയായിക്കോട്ടെ കൗമാരക്കാരനായിക്കോട്ടെ, അവൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വന്നു. അതിനുശേഷം ഒരു കൗമാരത്തിന്റെ ഒരു കോളേജിൽ വന്നപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന പ്രീ ഡിഗ്രിയാണ്. അപ്പൊ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ 17 വയസ്സുള്ളൂ. ആ 17ാമത്തെ വയസ്സിൽ മദ്യപിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് ആ മദ്യപാനം പിന്നെ പഠിച്ചു കഴിഞ്ഞു, പഠിത്തം വേണ്ട രീതിയിൽ മുഴുവൻ പഠിച്ചിട്ട് എന്നാലും ഒരു ഇതിൽ പഠിച്ചു. പിന്നെ ജോലി കിട്ടി. അതിനോടൊക്കെ മദ്യം നമ്മളോടും പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ കഥകളും അതിനോടൊക്കെയുള്ള ഈ ജീവിതത്തിലുള്ള അനുഭവങ്ങളും ഞാൻ 4മത്തെ പടിയിൽ ധാർമ്മികമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് ഈ 3മത്തെ പടി കഴിയുമ്പോൾ നോക്കുന്നത് ഇതൊരു ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ ആത്മീയതയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട്. അപ്പൊ ഒരു ധാർമ്മികമായിട്ട് അതിനകത്ത് 3മത്തെ എനിക്ക് തന്നെ ബി അഗ്നോസ്റ്റിക് എന്നുള്ള ചാപ്റ്ററിലാണോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ചാപ്റ്ററാണോ അല്ല, ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു മോറൽ സൈക്കോളജി, ധാർമ്മിക മനഃശാസ്ത്രം എന്നുള്ളൊരു പുതിയ വാക്ക് നമ്മുടെ
നമുക്ക് ഇതിനകത്ത് ഈ ബുക്കിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു ധാർമ്മിക മനഃശാസ്ത്രത്തിനനുസരിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് പഠിച്ചതാണ്, ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ധാർമ്മിക മനഃശാസ്ത്രത്തിൽ വരുമ്പോൾ ധാർമ്മികമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നമുക്ക് എടുത്തിട്ടുണ്ട്. ആ മനഃശാസ്ത്രം മനസ്സിലാക്കി ആ കണക്കെടുപ്പാണ് നമ്മുടെ 4ാമത്തെ പടി. അപ്പൊ എന്നെ ബുദ്ധിമുട്ടിട്ടുള്ളവർ, ഞാൻ ദ്രോഹിച്ചിട്ടുള്ളവർ, എന്റെ ചിന്തകള്, എന്റെ പ്രവർത്തികള്, എനിക്ക് അതിനകത്ത് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ബുക്കിൽ വിദ്വേഷമാണ് പ്രധാന ശത്രു. അത് ഞങ്ങളെ മറ്റെന്തിനേക്കാളും നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ആണ്. മദ്യം എന്റെ പ്രധാന ശത്രു എന്നല്ല ബിഗ് ബുക്ക് പറയണം, വിദ്വേഷമാണ് പ്രധാന ശത്രു. അപ്പൊ വിദ്വേഷത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. ദേഷ്യം പിന്നീട് വരുന്നുണ്ട്. ദേഷ്യം, ലൈംഗികമായിട്ടുള്ള തെറ്റിദ്ധാരണകളും അതുപോലെയുള്ള പ്രവർത്തികളും, എന്റെ സ്വഭാവത്തിലെ മറ്റ് ന്യൂനതകൾ, 7 ഡെഡ്ലി സിൻസ്, നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ കോപം, ദേഷ്യം, കാമം, ലോഭം, ആർത്തി, വെറുക്കൂത്ത്, അലസത, ഇങ്ങനെ 6-7 കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് 7 ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതെല്ലാം ഈ 4ാമത്തെ പടിക്ക് അതിനുശേഷം നമ്മൾ 5ാമത്തെ പടിയിൽ തന്നോട് തന്നെയും ദൈവത്തോട് മറ്റൊരാളോട് ഏറ്റു പറയുന്നു. ഇതിൽ കൂടി ഞാൻ ആദ്യമായിട്ട് എനിക്ക് ദൈവാനുഭവം ഉണ്ടാവുന്ന 5ാമത്തെ പടിയിൽ നിന്ന് നമ്മുടെ ബിഗ് ബുക്ക് പറയുന്നു. ആദ്യമായിട്ട് ഈ പടി ഒഴിവാക്കിയാൽ നമ്മൾ മദ്യപിച്ചിരിക്കുമെന്ന് ബിഗ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ പടി. അപ്പൊ 4ാമത്തെ പടി ചെയ്താലാണ് 5ാമത്തെ പടി ചെയ്യുന്നത്. പലരും നിന്നു പോകുന്ന ഒരു ഭാഗമാണ് 4ാമത്തെ പടി. 1, 2, 3 പടി ഇനിയിപ്പോ 4ാമത്തെ പടിയൊന്നും ചെയ്യാൻ ഇനിയും ഇതെല്ലാം എന്തിനാ ഇനി തുറന്നു നോക്കണം? ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ 4ാമത്തെ പടി ചെയ്തേ പറ്റുള്ളൂ. 4ാമത്തെ പടി ചെയ്യുന്നതിന് ഇപ്പൊ ഒരു പ്രശ്നമില്ല. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് ചെലവാക്കി ഇതിനോട് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം. അത് ഉറപ്പായിട്ടും വേണം. സ്പോൺസർ ഇല്ലാതെ ആരെങ്കിലും ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തുക നല്ലത്. അവരവരുടെ ജീവിതം ഇതാക്കും, മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ മദ്യപിക്കാത്ത മദ്യപാനി കൂടുതൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഒരു സ്പോൺസറെ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രോഗ്രാം മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ ഒരർത്ഥമില്ല. ഈ ബുക്കിൽ പറയുന്നതാണ്, ഈ പുസ്തകത്തിൽ ഒരാളുമായിട്ട് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ സാധിക്കും. അതിനൊരു വിശ്വാസം ഒരാളെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഒരു സ്പോൺസർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വഴികാട്ടി. നമുക്കറിയാം, ഒരു ഇരുട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു ഇരുട്ടത്തൂടി നമ്മൾ കൂരിട്ട് യാതൊരു ഇതുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. പക്ഷെ ഒരാൾ കൂടെ ഒരാളുടെ കൈ പിടിച്ചിട്ട് നമ്മൾ നടക്കുകയും നമുക്ക് ഭയം തോന്നില്ല എന്നത് മാത്രം പോലെയുള്ള ഒരു കാര്യം തോന്നുള്ളൂ. അപ്പൊ ഭയത്തോടു കൂടി ഒരിക്കലും ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്തു. ആ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് 4ാമത്തെ പടിയിൽ നിന്നും 5ാമത്തെ പടിയിൽ നിന്നും. അവിടെ ദൈവാനുഭവം ഉണ്ടാവും. ആദ്യമായിട്ട് ഞാൻ ദൈവാനുഭവം ഉണ്ടായി എന്നുള്ളത് 5ാമത്തെ പടിയിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം എന്റെ സ്വഭാവത്തിലുള്ള ന്യൂനതകളിലേക്ക് എനിക്ക് സ്വയം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാറാനായിട്ട് ഞാൻ തയ്യാറാവുന്നു. കുറേയേറെ സ്വഭാവ ദൂഷ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറ്റി കിട്ടുന്നു. കോപോ അങ്ങനെ പല ദോഷങ്ങൾ, അത് അവരവർക്ക് ചിന്തിക്കാം. 7ാമത്തെ പടിയിൽ എനിക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നമ്മൾ വീണ്ടും 1, 2, 3 പടികൾ ഉപയോഗിക്കണം. 6, 7 പടികൾ ചെയ്യുമ്പോൾ ദേഷ്യത്തിന് മുമ്പിൽ ഞാൻ ശക്തിഹീനനാണ്, എന്റെ ജീവിതം അനിയന്ത്രിതമാണ്. അന്ധമായിട്ടുള്ള കാമം അല്ലെങ്കിൽ സെക്സ് പ്രശ്നങ്ങളുടെ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ജീവിതം, ഞാൻ ശക്തിഹീനനാണ്, എന്റെ ജീവിതം അനിയന്ത്രിതമാണ്. ഇതിൽ നിന്ന് നേരെയാക്കാനായിട്ട് 2ാമത്തെ പടിയിൽ ഒരു ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്റെ ഈ പ്രശ്നം. അതുപോലെ തന്നെ ഞാൻ ദൈവത്തിലേക്ക് എന്തെല്ലാം ഞാൻ തിരിച്ചുവിടുന്നു എന്റെ ഈ പ്രശ്നങ്ങളെ. ഇത്രയുള്ള 6, 7 പടികൾ ചെയ്യാനായിട്ട്. പിന്നീട് 8ാമത്തെ പടിയിൽ നമ്മൾ ദ്രോഹിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. 9ാമത്തെ പടിയിൽ അതിന് പരിഹാരം ചെയ്യുന്നു. 10ാമത്തെ പടിയിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള വീണ്ടും ഒരു ദിനചര്യയായിട്ട് മാറ്റുന്നു. ഓരോ ദിവസത്തെയും വിലയിരുത്തിക്കൊണ്ടാകും. അപ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങൾ വർഷങ്ങളോളം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന പരിഹാര മാർഗങ്ങളൊന്നും ചെയ്യാതെ ഭാരമായിട്ട് ഇവിടെ ഞാൻ ഇന്ന് എന്തെങ്കിലും എന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് നടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് പരിഹാരം ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന് ശേഷമാണ് നമ്മൾ 11ാമത്തെ പടിയിലേക്ക് വരുന്നത്. അപ്പൊ ഞാനൊരു ബ്രീഫായിട്ടൊരു ഇത് പറഞ്ഞൊരു എനിക്കൊരു കണ്ടിന്യൂഷൻ ആവും, നിങ്ങൾക്കൊരു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് 11ാമത്തെ പടിയിലേക്ക് പോവുകയാണെങ്കിൽ ബിഗ് ബുക്ക് കയ്യിലൊക്കെ ഉള്ളവര് അന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന അതിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കത് കുറച്ച് പ്രയോജനമായിട്ട് തോന്നും. അതിനകത്ത് 83ാമത്തെ പേജിൽ നമ്മൾ 83ാമത്തെ പേജ് വരെയാണ് നമ്മളൊന്ന് അതിന്റെ ഏറ്റവും അടിയിലത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആത്മീയ പദ്ധതിയുടെ പ്രവർത്തനം കൊണ്ട് സുഖമായി മടിഞ്ഞിരിക്കുക വളരെ എളുപ്പമാണ്. അങ്ങനെയായാൽ ഞങ്ങൾ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. എന്നാൽ മദ്യം അത്രമേൽ തന്ത്രശാലിയായ ശത്രുവാണ്.
നമ്മള് എന്നും നമ്മൾ വായിക്കുന്ന ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചാപ്റ്റർ വായിക്കുന്ന പറയുന്നത് മദ്യത്തെക്കുറിച്ചുണ്ട്. മദ്യം എന്താണ്? സൂത്രശാലിയാണ്, ചിന്താ കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, ശക്തിയുള്ളവനാണ്, ശക്തിമാനാണ്. അപ്പൊ അത്രയ്ക്ക് അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് നിൽക്കാൻ പാടില്ല. ഈ 10ാമത്തെ പടിയിലൊക്കെ വന്നിട്ട് പിന്നീട് ഇതൊരു നെവർ സ്റ്റോപ്പിംഗ്, ഇറ്റ്സ് എ പ്രോസസ്, ലൈഫ് ലോങ്, നമ്മുടെ ജീവിതാവസാനം വരെ പോകേണ്ട ഒരു പടികളാണ് ഈ 12 പടികളെയും. അനുദിന ജീവിതത്തിൽ അത് പാലിച്ചുകൊണ്ട് തന്നെ പോകണം. സാധ്യവുമാണ്, ലളിതവുമാണ്. ചെയ്യുകയാണെങ്കിൽ എല്ലാം ലളിതമാണ്. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരുന്ന വലിയ പ്രശ്നമായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം സോ സിമ്പിൾ. നീന്തൽ പഠിക്കാമ്പോൾ നമ്മളൊന്ന് വെള്ളത്തിന് ഭയത്തോടു കൂടിയല്ലേ നോക്കിയിരുന്നു. കുളത്തിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ഭയമായിരുന്നു, ഈ കടലിലേക്ക് ഇറങ്ങാൻ ഭയമാണ്. പക്ഷെ നീന്തൽ പഠിച്ചപ്പോൾ മനസ്സിലായി സോ സിമ്പിൾ. ഞാൻ എന്റെ വീട്ടില് സൈക്കിൾ ഉണ്ടായിരുന്നു, അപ്പച്ചൻ സൈക്കിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ സൈക്കിളൊക്കെ അന്ന് വാടകയ്ക്ക് കിട്ടും. അതെനിക്ക് മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്, എങ്ങനെ ഇത്രയും ചെറിയ രണ്ട് ടയറിന്റെ കുറച്ച് ഭാഗമാണ് ഭൂമിയിൽ മുട്ടിയിട്ടുള്ളൂ, എങ്ങനെ ഒരാൾ ഇതിന്റെ മുകളിൽ നിന്നിട്ട് റോൾ ചെയ്ത് പോകുന്നുള്ളത് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഭയമായിരുന്നു. എങ്ങനെ ഇതിനകത്ത് കയറിയിട്ട് പേടിച്ചിട്ട് എല്ലാവരും വളഞ്ഞല്ലേ നമ്മൾ വീഴാനൊക്കെ പോകും. പിടിച്ച് ആരെങ്കിലും രണ്ടുപേര് പിടിച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ പിടിച്ചു തന്നിട്ടാണ്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സൈക്കിൾ നമ്മുടെ വരുതിയിലായി കഴിയുമ്പോൾ നമുക്ക് മൈ ഗോഡ്, ഇറ്റ്സ് സോ സിമ്പിൾ. ഡ്രൈവിംഗ് അതുപോലെയല്ലേ. ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുന്ന വിചാരിച്ചു ഒരു കയ്യിൽ സ്റ്റിയറിംഗും ഒരു കയ്യിൽ ഗിയറും ഒക്കെ അങ്ങനെ ബസ്സിലൊക്കെ കയറുമ്പോൾ ഡ്രൈവർമാർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഭയങ്കര ഒരു ഇതായിട്ട് ഭയങ്കര ഒരു ടെക്നിക്ക് പോലെ തോന്നും. പക്ഷെ അത് ഇന്നിപ്പോ എന്താ, ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ എന്താണ്, നമ്മുടെ കൈയും കാര്യം നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വേറെ ലോകത്താണെങ്കിൽ പോലും നമ്മൾ ഓഫീസിനെ കുറിച്ചോ വീട്ടിനെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാലിന്റെ പെടലും കൈ കൊണ്ടുള്ള ഗിയറിലും കൈ കൊണ്ടുള്ള സ്റ്റിയറിംഗിന്റെ കൺട്രോളും കറക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. സോ സിമ്പിൾ. നമുക്ക് സോ സിമ്പിൾ. നമ്മൾ അറിയത്ത് പോലല്ല വീട്ടിൽ എങ്ങനെ എത്തിയിരുന്നു. അതിന്റെ ഇടയ്ക്ക് കാല് എപ്പോഴൊക്കെ ബ്രേക്ക് പൊട്ടുന്നു, എപ്പോഴൊക്കെ ആക്സിലേറ്റർ ചെയ്യുന്നൊക്കെ ക്ലച്ച് നമ്മൾ ഉപയോഗിച്ചൊന്നും നമുക്കൊരു ഓർമ്മയുണ്ടോ? നോ, ഇറ്റ് ഹാപ്പൻ. ദാറ്റ്സ് എ പ്രോസസ്. അപ്പൊ ആ പ്രോസസ്സാണ് 11ാമത്തെ പടിയിലുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഈ സൂത്രശാലിയായിട്ടുള്ള മദ്യം നമ്മളോട് ചിലപ്പോൾ പറയും എന്താ ഇറ്റ്സ് ഇനഫ്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ അവരെ ബോധ്യമുള്ളവരാണ്. 10-20 വർഷക്കാലത്ത് നിരന്തരമായി കൂടി ആരെയും നമ്മുടെ കാര്യത്തിൽ അല്ലല്ല തെറ്റിപ്പോയി. ഞാൻ അത്രമേൽ തന്ത്രശാലി. അടുത്ത പേരിലേക്ക് വരുന്നത് 82ലേക്ക് ശരിയായ സൂത്രലിസ്റ്റ്. ഞങ്ങൾ അമിത മദ്യപാനാസക്തി 84ാമത്തെ പേര് എന്ന രോഗത്തിൽ നിന്നും പൂർണ്ണ വിമുക്തി പ്രാപിച്ചവരല്ല. ഞങ്ങൾക്ക് ആകെ കൂടിയുള്ളത് ആത്മീയ സ്ഥിതി നിത്യേന പാലിച്ചുകൊണ്ടുള്ള ഒരു ദൈനംദിന ശാന്തി മാത്രമാണ്. ദിസ് ജസ്റ്റ് വൺ ഡേ പ്രോസസ്. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്തായിരിക്കുന്നു, ഈ ദിവസമാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അല്ലാതെ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ പടികളും പ്രാക്ടീസ് ചെയ്തു, പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എല്ലാ കച്ചവടവും കാണിച്ചു, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഭയങ്കര ഒരു വീരങ്ങളായിട്ട് ഒരു മോളം അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഐ ഹാവ് ടു റീന്യൂ മൈ ഡേ എവറി ഡേ. ഐ ഹാവ് ടു റീന്യൂ. എല്ലാ ദിവസവും എന്റെ ജീവിതത്തിലെ കൊണ്ടുപോകണം. അപ്പൊ അതിനെനിക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഈ 12 പടിയിൽ കൂടി നമ്മൾ ശരിക്കേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈശ്വര ചേർന്ന് കണ്ടെന്നറിഞ്ഞ് നടപ്പിലാക്കേണ്ടതിലേക്കുള്ള ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് പ്രേയിങ് ഓൺലി ഫോർ നോളജ് ഓഫ് ഹിസ് വിൽ ഫോർ us and the power to carry that. നമ്മൾ 11ാമത്തെ പടിയാണ്. സോ ത്രൂ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ടു ഇംപ്രൂവ് അവർ കോൺഷ്യസ് കോണ്ടാക്ട് വിത്ത് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ്, പ്രേയിങ് ഓൺലി ഫോർ നോളജ് ഓഫ് ഹിസ് വിൽ ഫോർ us. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ 11ാമത്തെ പടി ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് 11ാമത്തെ പടി നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ എഴുതിയിരിക്കുന്നത് എന്താണ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരെ ചേർന്ന് കണ്ടറിഞ്ഞ് അത് നടപ്പിലാക്കേണ്ടത്. ദിവസങ്ങൾ ഓരോന്നും ദൈവമേ അങ്ങയെ ഏറ്റവും നന്നായി എനിക്ക് എങ്ങനെ സേവിക്കാം, അങ്ങയുടെ ആഗ്രഹം എന്റേതല്ല, ബ്രാക്കറ്റിൽ അങ്ങയുടെ ആഗ്രഹം എങ്ങനെ നടപ്പാക്കണം. അതാണ് നമ്മുടെ സ്ഥിരമായി ഞങ്ങളുടെ കടന്നു പോകേണ്ട ചിന്തകളാണ്. നമ്മൾ പറയത്തില്ലേ കർശനമായിട്ട്, ഇത് കർശനമല്ലേ, ഐ ഹാവ് ടു ഡു ഇറ്റ്, ഐ മസ്റ്റ് ഡു ഇറ്റ്. എന്റെ ജീവിതത്തിൽ ഓരോ ദിനം ഈ ദൈവമേ അങ്ങേ ഏറ്റവും നന്നായി എങ്ങനെ സേവിക്കുക, അങ്ങയുടെ ആഗ്രഹം നടപ്പാക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കടന്നു പോകേണ്ട ഒരു ആവശ്യം. സ്വന്തം ഇഷ്ടങ്ങളുടെ ശരിയായ ഉപയോഗ രീതി ഇതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ഇഷ്ടം പ്രകാരം മാത്രമാണ്, നമ്മൾ ദൈവേഷ്ടപ്രകാരം മാത്രമേ ആകാവുള്ളൂ.
സ്വന്തം ഇഷ്ടങ്ങളെ ശരിയായ ഉപയോഗ രീതി ഇതാണ്. അപ്പൊ അങ്ങയുടെ ആഗ്രഹം നടപ്പാക്കണം എന്നുള്ളതാണ് എന്റെ ഇഷ്ടം. അതിന്റെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, സർവജ്ഞനും സർവശക്തനുമായ ദൈവത്തിൽ നിന്ന് മാർഗദർശനവും പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനെ പറ്റി ഒരുപാട് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ആ മാർഗദർശനം സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. ഒരു പരിധിമാരെ നാം ദൈവചിന്ത തീരുന്നു. അങ്ങനെ സുപ്രധാനമായ 6-ാം ഇന്ദ്രിയം സ്വരൂപിച്ചെടുക്കാൻ നമുക്ക് കഴിയും. സർവജ്ഞനും സർവശക്തനുമായ ദൈവത്തിൽ നിന്ന് മാർഗദർശനവും പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനെ പറ്റി ഒരുപാട് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ആ മാർഗനിർദ്ദേശങ്ങൾ, ഈ 11-ാമത്തെ പടി വരെയുള്ള മാർഗനിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുവാൻ ഇത് വലിയൊരു അനുഭവം. നോക്കാം, നമ്മൾ മദ്യപാനികളായിട്ടുള്ള നമുക്ക് ദൈവത്തിന്റെ ഒരു ശക്തി, അദൃശ്യനായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ 11-ാമത്തെ പടി വരെ നമ്മൾ കറക്റ്റായിട്ട് ഈ പ്രോസസ്സിൽ നമുക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ട്. എല്ലാവരും ബുദ്ധിമാന്മാരോ ബുദ്ധിജീവികളോ ഒന്നാവണമെന്നില്ല. വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും കഴിവോ ഒന്നും നോക്കല്ല. അവരുടേതായിട്ടുള്ള കഴിവിനനുസരിച്ച് എല്ലാ വ്യക്തികളെയും അവരുടെ ഒരു പരിധിയിലാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്യാൻ മാത്രമേ ഇവിടെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദൈവാത്മാവ് നമ്മളിലേക്ക്, പരിശുദ്ധാത്മാവ് എന്നാണ് ഇംഗ്ലീഷിൽ എന്താ ചെയ്യണമെന്ന് നോക്കുന്നില്ല. ഏതായാലും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ ഒരു വെളിച്ചം, ദൈവാനുഭവം നമ്മളിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഒരു പരിധിവരെ നാം ദൈവ ചിന്തയുള്ളവരായി തീരുന്നു. അങ്ങനെ സുപ്രധാനമായ 6-ാം ഇന്ദ്രിയം സ്വരൂപിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള 6-ാം ഇന്ദ്രിയം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. കാരണം അതൊരു വേദാന്ത ഭാഷയാണത്. 6th സെൻസ് എന്ന് ഇംഗ്ലീഷിലും ആണ് എഴുതിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു 6th സെൻസിൽ എന്നുള്ളൊരു തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. അതിനകത്തുള്ള അപ്പൊ ഈ എത്ര മാത്രമേ ഞാൻ ഇവിടെ നിന്ന് നിർത്തുകയാണ് ഈ വായന. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള യാത്രയില് സോർട്ട് ത്രൂ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ, പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടിയുള്ള ഒരു യാത്ര നമുക്കുണ്ടായിരിക്കും. ദിവസവും നമ്മളൊരു ഡെയിലി ഇൻവെന്ററി എടുക്കണം. എവിടെയെങ്കിലും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. കിടക്കുന്നതിന് മുമ്പ് യാതൊരു കണക്കുകളും ബാക്കി വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകരുത്. സ്വന്തം വീട്ടിൽ കൂടിയാണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരുത്താവുന്നിടത്താണ് ഞാൻ അപ്പോൾ തന്നെ നമ്മൾ അതിന് എങ്ങനെ തിരുത്തണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. ആരോടെങ്കിലും നമ്മൾ ചീത്ത പറയുമോ അതൊക്കെ പറയുന്നത് അവരെ വിളിച്ചിട്ട് പറയണം, സോറി ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത് മറന്നേക്കണം. നമ്മുടെ ബുക്ക് നമ്മളോട് പറയുന്നുണ്ട്, അപ്പൊ തന്നെ അത് ചെയ്ത് നമ്മള് 12 പടികളും 12 പാരമ്പര്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു കടവും ബാക്കി വെച്ച് നമ്മൾ ഉറങ്ങാൻ പോകരുത്. അപ്പൊ നമുക്ക് ആ ദിവസം നമ്മുടെ പൂർണ്ണമാവില്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ്, നിരന്തരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു ഈശ്വരനുമായിട്ടുള്ള ഒരു സ്മരണം നമ്മുടെ ജീവിതത്തിലാണ്. ഇതൊക്കെ അവരവരുടെ രുചിക്കനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച്, അവരവരുടെ മതത്തിനനുസരിച്ച്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വായിച്ചു വരുമ്പോ ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്, നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റ് കൂടാതെ പല വിധത്തിലുള്ള വിവിധ മതത്തിലുള്ളവരാണ് നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിലുള്ള എല്ലാ മതത്തിലുള്ളവരും. ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവരുണ്ട്, ഇസ്ലാമിലുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ഉചിതമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങൾ, മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ഇതിനെയൊക്കെ അവലംബിച്ചുകൊണ്ട് തന്നെ പോകുന്നത് അഭികാമ്യമാണ്. അതാണ് അതിന്റെ മാർഗം. അത് ഏതൊക്കെ ടെക്സ്റ്റുകൾ വായിക്കണം എന്നുള്ളത് അവരവരിതിനെ മനസ്സിലാക്കിക്കൊള്ളുക. ഒത്തിരി വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ തരുന്ന പ്രാർത്ഥനാ ധ്യാനം എന്നീ കുറിച്ച് ഒരുപാട് ബുക്കുകളുണ്ട്. ഒരുപാടൊന്നും വായിക്കാൻ പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എങ്കിലും പഠിച്ചിരിക്കുക, ഒരു സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ആയിട്ട്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും, അറിവുകൾ കൂടുതൽ തരും. അത് ഒരുപക്ഷെ നമ്മുടെ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം സ്പോൺസർ ചെയ്ത പദ്ധതികൾ അല്ലെങ്കിൽ
സ്പോൺസർ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളായാൽ ഒത്തിരി നല്ലതുമായിരിക്കും. കാരണം ഒരു സ്പോൺസർക്കായിരിക്കും കൂടുതൽ നമ്മളെ കുറിച്ച് അറിയാൻ പറ്റും. അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള, എനിക്ക് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒന്നും വായിക്കില്ലാത്ത ഒരാളാണ്. ഒരു പുസ്തകം വായിക്കാൻ എനിക്ക് ഒരു ക്ഷമയില്ലായിരുന്നു. പക്ഷെ ആ ഒരു സ്പോൺസറുടെ ഒരു നിർദ്ദേശം എനിക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് മണിയാട്ടിന് അറിയാം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളുടെ ഒരു സമാഹാരം ഇന്ന് വായിക്കാൻ എനിക്ക് വായിച്ചിട്ട് തീരുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ പുതിയൊരു രീതിയിലേക്കുള്ളൊരു മാറ്റമായിട്ട് നമുക്ക് അതിനെ കാണാം. ഞാൻ വായിക്കുന്ന ഒന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കാറില്ല. വായിച്ചു പോകുന്നു. പക്ഷെ നമ്മുടെ ആ കണ്ണുകളിൽ കൂടി, നമ്മുടെ ഹൃദയത്തിൽ കൂടി ആ വാക്കുകൾ കടന്നു പോകുമ്പോൾ നമ്മളിലൊരു മാറ്റം ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യണം. പ്രാർത്ഥന ധ്യാനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ാണ് നമുക്ക് ഈ ജീവിത ഒരു അനുഭവം, ദൈവാനുഭവം, പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഇപ്പൊ ഇത്രയും പറഞ്ഞു വെച്ചേ എന്തെങ്കിലും സംശയം? ഓക്കെ, എല്ലാവരും മിടുക്കന്മാർ. തമ്പി സാറെ, ഷാജനാണ്, ആൽക്കഹോളിക്, കൊച്ചി നിന്നാണ്. ഒരു സംശയമുള്ള തമ്പി സാറെ പറഞ്ഞ പോയിന്റ് തന്നെയാ. ഈ സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മുടെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഇതെങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ള ഒരു ആ സമയത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ തോന്നുന്ന ഒരു ആറാമിന്ദ്രിയത്തിന്റെ പ്രവർത്തനമാണോ, അത് എപ്പോഴും നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പുതിയൊരു ബോധത്തിന്റെ പുതിയൊരു വിവേകത്തിന്റെ ഒരു തലമാണോ? എന്താണ് ശരിക്കും അത് ആക്ച്വലി ഈ സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞാൽ? സിക്സ്ത് സെൻസ് എന്നുള്ളത് എന്നെ നല്ല ചോദ്യമാണത്. ഷാജൻ ചോദിച്ചത് ഒത്തിരി സന്തോഷം. ഞാനത് ആരെങ്കിലും ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചില്ല. കാരണം അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടെങ്കിലാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അല്ലേ, നമുക്ക് മനുഷ്യ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്, അറിയാലോ. പഞ്ചേന്ദ്രിയങ്ങൾ എന്നല്ലേ നമ്മൾ പറയുന്നത്? അഞ്ചേന്ദ്രിയങ്ങൾ. ആ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അതിനകത്ത് രുചിക്കുക, മണക്കുക, കാണുക, ശ്രവണം, ഇങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ. നാവ്, മൂക്കിന്, കണ്ണിന്, ചെവിക്ക്, പിന്നെ നമ്മുടെ എന്താണ് സ്കിൻ, സ്കിന്നിന്റെ സ്പർശനം എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ. അങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങൾക്ക് ശേഷം ഒരു 6ാമതൊരു ഇന്ദ്രിയമുണ്ട്. അത് എപ്പോഴും നമ്മളിൽ ഉള്ളതാണ്. അതിന് തിരിച്ചറിയാൻ അത് നമ്മുടെ വേദാന്ത ഭാഷയിൽ നമ്മൾ പറയും തലയ്ക്ക് മുകളിലൊരു ഇത് നമ്മളിൽ എപ്പോഴും ഉള്ളതാണ്. ഒരു ദ്വാരം പോലെ തന്നെ കൂട്ടിക്കും. ആ ഒരു സെൻസിലേക്ക് എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ കൂടിയാണ് ആ ഒരു സുഷുപ്ന എന്ന് പറയുന്നല്ലോ, സുഷുപ്ന നാഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദാന്ത ഭാഷത്തിൽ പറയും. അത് തലയുടെ മധ്യഭാഗത്ത് ഉണ്ട്. അതിലേക്കുള്ള ഒരു ശ്രദ്ധ, ആ ഒരു ഫീലിംഗ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ദൈവാനുഭവമാണ്. യോഗമാണ്. ദൈവവുമായിട്ടുള്ള ഈ സംയോഗം നടക്കുന്നതാണ് ഈ സിക്സ്ത് സെൻസ് അനുഭവം. മനസ്സിലായോ? ദൈവമായിട്ടുള്ള ഒരു യോഗം നടക്കണമെങ്കിൽ ആ കൂടിച്ചേരല് അല്ലെങ്കിൽ ഇഴുകിച്ചേരല്, ഏകത്വം, ദൈവവുമായിട്ടുള്ള ഏകത്വഭാവത്തിലേക്ക് വരിക. ആ ഏകത്വഭാവത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ മലീമസമായിട്ടുള്ള മനസ്സും ശരീരവും മറ്റുള്ള ഒരിക്കലും ആവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഡോക്ടർ ബോബേക്കിന് ട്രസ്റ്റ് ഗോഡ്, ക്ലീൻ ഹൗസ്, ഹെൽപ്പ് അതേഴ്സ്. ആ ക്ലീൻ ഹൗസ്, എൻ്റെ മനസ്സും ശരീരവും എൻ്റെ ചിന്തകളും എൻ്റെ പ്രവർത്തികളും ഇന്നത്തെ ദിവസം ശുദ്ധമാണെങ്കിൽ മാത്രമാണ് എനിക്ക് ആ സിക്സ്ത് സെൻസിലേക്ക് എത്തപ്പെടാൻ പറ്റുള്ളൂ. ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം പ്രാർത്ഥിച്ച് അവരവരുടെ സമയത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ കൂടി അത് ധ്യാനത്തിലേക്ക് വരാനും ആ സിക്സ്ത് സെൻസിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ ഈശ്വരനും ഞാനുമായിട്ടുള്ള ഏകഭാവം, ഞാൻ ഈശ്വരനായി മാറുന്നു, ഈശ്വരൻ ഞാനായി മാറുന്നു. ഒരു ജലം, ഒരു നദി ഒഴുകി കടലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നദിയുണ്ടോ? ഇല്ലല്ലോ, അവിടെ വെള്ളം മാത്രമാണ്.
വെള്ളമാണുള്ളത്. നദിയിലും വെള്ളമുണ്ടായിരുന്നു, സമുദ്രത്തിലും വെള്ളമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ടാണ് മറ്റ് പല ടെക്സ്റ്റുകൾ നമ്മൾ പഠിക്കാനായിട്ട് ബിഗ് ബുക്കിൽ അത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ സിക്സ്ത് സെൻസ് ഏകദേശം ഷാദിന് ഏകദേശം ഒരു ബോധ്യമാണ്. അത് സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. സിക്സ്ത് സെൻസിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ രുചിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഭക്ഷണം കഴിക്കണം. അയക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ടേസ്റ്റിനെ കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളിലും നമ്മുടെ ഒരു ഇതുണ്ട്. ഇറച്ചി കഴിക്കാണ്, ചിക്കൻ കഴിക്കാണ്, ചിക്കൻ ഫ്രൈ കഴിക്കാണ്, അല്ലെങ്കിൽ KFCയുടെ ചിക്കൻ്റെ ലെഗ് പീസ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെയാണ് അവർ ഈ ടേസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരുടെ ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത നടത്തും അതിനെക്കുറിച്ചുള്ള. സിക്സ്ത് സെൻസിൽ യാതൊരു ചിന്തയില്ല. ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. മറ്റുള്ള എല്ലാ സെൻസിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിങ്ങനെയായിരിക്കുമോ, ഇതിനേക്കാളും നല്ലത് ഉണ്ടാവുമോ, മനസ്സിലായില്ലേ? ഈ അനുഭവത്തിനേക്കാളും ഉണ്ടോ, കൈ തൊടുന്നതിലോ സ്പർശിക്കുന്നതിലോ ശ്വസിക്കുന്നതിലോ നല്ലത് ചീത്ത എന്നുള്ളതിന് ഇതിനകത്ത് നല്ലത് ചീത്ത എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ വേദാന്ത ഉപനിഷത്ത് ഭാഷത്തിൽ പറയുകയാണെങ്കിൽ തത്വമസി, തത്വമസി. ബൈബിളില് യേശു ക്രിസ്തു പറയുന്നത് I am that. ഞാൻ നിന്നിലും വസിക്കുന്നു. I am ആത്മാ പരബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ആ ഒരു തലത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയെ, നമ്മൾ മദ്യപാനികളായിട്ടുള്ള നമുക്ക് സാധിക്കും ഈ ഒരു തലത്തിലേക്ക് വരാൻ. സാധിക്കുന്നത് മാത്രമാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, സാധിക്കില്ലാത്ത ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തല്ല സാധിക്കും. അതുകൊണ്ട് ഷാജൻ ചോദിച്ച ചോദ്യത്തിന് ഷാജനത് മനസ്സിലായോ ഏകദേശം? എനിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലായി, പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. സാർ പറഞ്ഞ സാധനം ബുദ്ധി കൊണ്ട് മനസ്സിലായി. നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കുന്ന സൈക്കിൾ ഓട്ടുന്ന ബുദ്ധിമുട്ടല്ല, ദുഷ്കരല്ലേ? സൈക്കിൾ ഓട്ടാൻ അറിയാൻ പാടില്ലായിരുന്ന ഒരു കാലം സൈക്കിൾ ഓട്ടാൻ അറിയാവോ ഷാദിന്? അറിയാം. പഠിക്കുന്നതിന് മുമ്പ് അത് ബുദ്ധിമുട്ടായിട്ടല്ലേ തോന്നിയത്? അതെ, സാറിന്റെ അതേ അനുഭവം തന്നെയായിരുന്നു. എങ്ങനെ ഇത് സാധിക്കും, ഇതൊരു അത്ഭുതം, അസാധ്യമായ കാര്യമായിട്ട് തോന്നി. ഇല്ല. അറിയാവോ? ഇല്ല. നീന്തൽ എപ്പോഴും അറിയത്തില്ലല്ലോ. ഇല്ല. ബട്ട് ഇറ്റ്സ് സോ സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. ഭയല്ലേ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ? ഭയല്ലേ? നോക്കാൻ ഭയവാ, കാലെടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല, അത്രയ്ക്ക് പേടിയാ. പക്ഷെ ഇത് തുടയാവുന്നവരോട് ചോദിച്ചു നോക്കി, ഇത് വളരെ സിമ്പിൾ ആണ്, ഒന്നും ചെയ്യാനില്ല. ചുമ്മാ അതിനൊരു ഒരു പർട്ടിക്കുലർ വേ, നമുക്കൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് ദാറ്റ് ഈസ് ദ സെയിം പ്രോസസ് ഇൻ ഓൾ സ്റ്റെപ്സ്. 12 വടികളിലും അത് തന്നെ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ കാലും കൈയും ചലിപ്പിച്ചാൽ ഷാജൻ കാർ ഓടിക്കുന്ന ആളാണോ? അതെ. ഷാജൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ വർത്താനം പറഞ്ഞിട്ട് വന്നപ്പോൾ അറിയാതെ തന്നെയല്ലേ കൈയും കാലും ചലിച്ചുകൊണ്ടിരുന്നത്? അതെ, കറക്റ്റാ. എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് ഗിയർ ഇട്ട, സെക്കൻഡ് ഗിയർ ഇട്ട എന്നല്ല ഓർമ്മയുണ്ട് ഇവിടുന്ന് കാക്കനാട് വരെ ചെല്ലുന്നവരെ? ഇല്ല. That's it. So simple. അപ്പൊ നമുക്ക് we have to trust the process. ആ പ്രോസസ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. വിശ്വസിക്കാതിരുന്നാലോ? നമ്മള് ബൈബിളിൽ ഒരു കഥയില്ല, കൊടുങ്കാറ്റടിക്കുന്ന കടലിൽ അദ്ദേഹത്തിന്റെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് വായിന്നൊക്കെ യേശുക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെടുന്നു, നടന്നു വരുന്നു കടലിൽ കൂടി. അപ്പൊ പത്രോസിന് സംശയമാണ്, ഇത് ഭൂതാണെന്ന് പറഞ്ഞു. ഭൂതാന്ന് പറഞ്ഞപ്പോ അല്ല, ഞാൻ ക്രിസ്തുവാണ്, ഞാൻ യേശുവാണെന്ന് പറയുമ്പോ എന്നാ എനിക്ക് എന്നെ കൂടി കടലിൽ കൂടി നടത്തി കാണിക്കാൻ പറഞ്ഞു. അന്ന് നീ നടന്നു വരാൻ ധൈര്യമായിട്ട് തടങ്ങി വരാൻ പറഞ്ഞപ്പോ അയാള് ആ യേശുവിന്റെ അടുത്തേക്ക് നടന്നു വന്നപ്പോ അയാൾ മുങ്ങിപ്പോന്നില്ല. അതായത് വിശ്വാസത്തോടുകൂടി ആ പ്രോസസ്സിനെ വിശ്വസിച്ചു. പക്ഷെ ഒരു സ്വല്പം അപ്പൊ ചെറിയൊരു സംശയം തോന്നി, ഇത് ഭൂതം തന്നെയാണ്, ദൈവമല്ലാന്ന് തോന്നി. അപ്പൊ തന്നെ മുങ്ങുകയും ചെയ്തു അല്ലേ? അത് ഷാജന ക്രിസ്ത്യാനിയാണല്ലോ, അതല്ല അറിയാവുന്നതല്ലേ? എന്റെ ആ വിശ്വാസം പുറത്ത് വിശ്വസിച്ചു. എനിക്ക് അയക്കാൻ തോന്നുക എനിക്ക് സാധിക്കും. നേരെ 11ാമത്തെ പടിയിലേക്ക് പോയി നടക്കും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ 6ാം ഇന്ദ്രിയത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് പറഞ്ഞു, അരമണിക്കൂർ എടുക്കാം അല്ലെ?
അപ്പൊ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 87ാമത്തെ പേജിൽ ലാസ്റ്റ് പറയുന്നു, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിയാത്മകമായി ഞങ്ങളുടെ അന്നത്തെ ദിവസം പരിശോധിക്കുന്നു. ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. നമുക്ക് കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തെ പരിശോധിക്കുന്നത്. ഇത് ഇൻഫാക്ട് ശരിക്കും ഒരു സ്പോൺസറുടെ കൂട്ടത്തിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്പോൺസർ ആദ്യ കാലങ്ങളിൽ തന്നെ പറയും. 11ാമത്തെ പടിയുടെ സമയത്ത് കുറച്ചുകൂടെ വ്യത്യാസം വരുന്നു മാത്രം. നിങ്ങളുടെ തുടക്കക്കാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോഴേ തന്നെ നിങ്ങൾ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. എന്നും കിടക്കുന്നതിന് മുമ്പ് ഒരു ഡെയിലി ഇൻവെന്ററി എടുക്കുക. ഞാൻ എപ്പോൾ എണീറ്റോ, ഞാൻ പ്രാർത്ഥിച്ചോ, ഞാൻ ബുക്ക് വായിച്ചോ, ഞാൻ മീറ്റിംഗിൽ പോയോ, എന്റെ സ്പോൺസറായിട്ട് സംസാരിച്ചോ, വൈഫായിട്ട് എന്താണ് സംസാരിച്ചത്, ജോലി സ്ഥലത്ത് എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ എന്തെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ദുഷിച്ച എന്റെ ദുശ്ശീലങ്ങൾ എന്റെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ദുശ്ശീല പ്രവർത്തികളിലേക്ക് ഞാൻ പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു കണക്കെടുപ്പ് എന്നും നടത്തിക്കൊണ്ടു പോകുന്നത് തുടക്കം മുതലേ നല്ലതാണ്. 11ാമത്തെ പടിയിൽ എത്തിയിരിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇവിടെ സിറ്റുവേഷൻ കുറച്ചുകൂടെ, ഇന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എന്റെ പ്രശ്നങ്ങൾ വല്ലതും കൂട്ടിവെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു കണക്കെടുപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ കൂട്ടിവെക്കാൻ. കാരണം എനിക്ക് കൂട്ടിവെക്കുന്ന എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഉറക്കം വരത്തില്ല, ഞാൻ ഡിസ്റ്റർബ് ആവും. ആരോടെങ്കിലും വിദ്വേഷമോ ചീത്തയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ചതിച്ചു, പറ്റിച്ചു, വഞ്ചിച്ചു, അല്ലെങ്കിൽ ഭാര്യയോട് ചീത്ത പറഞ്ഞു, മക്കളോട് ആവശ്യമില്ല ഒറ്റയെടുത്തു, ഇതൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ അപ്പൊ തന്നെ ചെയ്യും. വൈഫിനോടാണെങ്കിൽ വൈഫിനോട് ഉറങ്ങിയിട്ടില്ല, വൈഫിനോട് വന്നാൽ നമുക്ക് വളരെ ഫുള്ളായിട്ട് പറയാം, എനിക്ക് തോന്നുന്നത് ഞാൻ ഒത്തിരി കൂടി പോയി വിട്ടേക്കാൻ പറയും, കറന്നേക്കാൻ. ഒരു ചിരി ഒന്ന് നമ്മുടെ വൈഫിന്റെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പോകുന്ന പ്രശ്നങ്ങളോ ഒരു ഒട്ടുമുക്കാലുള്ളൂ. അത് കഴിഞ്ഞിട്ടും പണയം കിടക്കാനും കുഴപ്പമില്ല, അവിടെ കിടന്നോട്ടെ. നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അവളോട് അവരുടെ ആ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ സന്തോഷമായിട്ട് പറയും. ആ കാര്യം പറയാവുന്ന ഒരു കാര്യമാണ്. ആ പപ്പ എങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞു, മോനെ ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊരു പോസിറ്റീവായിട്ട്, അതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ടുപോകരുത്. അപ്പൊ അപ്പോൾ തന്നെ ഉടനെ പരിഹാരം ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ജോലി സ്ഥലത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ട്, അവനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു, അത് നമുക്ക് തോന്നാണ്, അവനെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, എനിക്ക് പറഞ്ഞു ഞാൻ നിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു, സോറി ഫോർ ദാറ്റ്. എനിക്കൊരു സ്ത്രീയെ വഴിയിൽ വെച്ച് കണ്ടു, അവരോട് കൂടുതൽ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി എവിടെയെങ്കിലും ഒരു സ്ത്രീ ആയിട്ട് കണ്ടു, അവരോട് എനിക്ക് ഗുരുവാദ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ എൻ്റെ പഴയ കാമവാസനകളൊക്കെ ഇങ്ങോട്ട് വന്നു. എനിക്ക് അവരെ തന്നെ ഫസ്റ്റ് ഫോളോ ചെയ്ത് അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവരറിയാതെ അവരൊന്ന് ഞാൻ ഒന്ന് സ്പർശിക്കാനായിട്ട് ശ്രമിച്ചു, സ്പർശിച്ചു, അവരറിഞ്ഞില്ല, അവർ നമ്മളെ അറിയാത്ത ഭാവത്തിൽ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ ചില വിരുന്നുകൾ കാണിക്കുന്നതാണ്. ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ എന്താണ് എനിക്ക് അയക്കണോട്ട് അവരെ വിളിച്ചിട്ട് അവർ പറയാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ അവരറിയത്ത് പോലില്ല, ഇനി അന്വേഷിച്ച് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ദൈവത്തോട് പറയും, ഗോഡ് ഐ ഡിഡ് എ മിസ്റ്റേക്ക്, എന്നിൽ നിന്നെങ്കിലും ഒരു പാകപ്പഴമാണ്, എന്നോട് ക്ഷമിക്കണം. ഞാനിത് ആ പറയുന്നതോടൊപ്പം അതിനകത്തൊരു വേറൊന്നും, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഞാനിത് ചെയ്യില്ല. ഇങ്ങനെയുള്ള ഒരു തീരുമാനം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. നമ്മൾ സ്ട്രോങ്, നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രരായിരിക്കും. നമ്മളുടെ കണ്ണുകളെ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് വന്നിട്ട് ഇത് നമ്മളെ ചിന്തിക്കാൻ പോണ സംഭവമാണ്, ഇതിന് മാറി നടന്നോ തമ്പി ചെയ്യാൻ പറയും, വഴി മാറി നടന്നോ എന്റെ ഉള്ളിൽ നിന്ന് എന്റെ ആത്മാവ് പറയും. അപ്പൊ അതുകൊണ്ട് അന്നന്റെ കാര്യങ്ങള് ആ ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാനായിട്ടുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ വൈരാഗ്യമുള്ളവരോ സ്വാർത്ഥതയുള്ളവരായിരുന്നോ, സത്യനിഷ്ഠയില്ലാത്തവരോ ഭയപരവശരോ, ഇതെല്ലാം ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ആയിരുന്നു എന്നൊക്കെ ഞങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ വ്യാഖ്യാനിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതിനകത്തേക്ക് വായിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്രകാരമുള്ള പുനഃപരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ദൈവത്തോട് മാപ്പിരക്കുകയും തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങൾ എന്തെന്നും ദൈവത്തോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. 89ാമത്തെ പേജിലുള്ള ഏറ്റവും ടോപ്പിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഇനി അങ്ങോട്ടുള്ള ഇപ്പൊ ഞാൻ എന്തെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ആരോടെങ്കിലും മാപ്പ് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഈ രീതിയിൽ ദൈവത്തോട് രാവിലെ ഉണരുമ്പോൾ ഇതാണ് പ്രശ്നം. ഇനി അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള 24 മണിക്കൂറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. 24 മണിക്കൂറിനെ കുറിച്ച് മാത്രം, കഴിഞ്ഞു പോയ ഇന്നലകൾ, വരാൻ പോകുന്ന നാളെ കുറിച്ചുള്ള യാതൊരു ഭയത്തിനും നമുക്ക് ഇനി 11ാമത്തെ പടിയിലെത്തുമ്പോൾ നമുക്ക് ആവശ്യം വരില്ല.
ഭയത്തിൽ നിന്ന് നമ്മൾ മോചിതരാണ്, ഉത്കണ്ഠയിൽ നിന്ന് നമ്മൾ മോചിതരാണ്. ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ആ ജീവിതത്തിലെ ഒരു എന്നാണ് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഞാൻ ഇന്നത്തെ ദിവസത്തെ കുറിച്ചുള്ള പ്ലാനുകൾ എന്താണ് പ്ലാൻ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ദിവസം ഞാൻ തുടങ്ങുമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നത്. പ്രാർത്ഥനയാവാം, ജപമാവാം, ധ്യാനമാവാം. ഈ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലേക്ക്. അതിനുശേഷം ആണെന്ന് നമ്മളോട് 11ാമത്തെ പടി പ്രാർത്ഥന, 11th സ്റ്റെപ്പ് പ്രയറിന്റെ ഭാഗമാണ് ഇനിയുള്ളത്. ആ 11th സ്റ്റെപ്പ് പ്രയർ എന്താണ്? പലരും കൂടെ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. 11th സ്റ്റെപ്പ് പ്രയർ നമ്മുടെ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ബുക്കിലുള്ള സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രയർ ആണെന്നുള്ള വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി അല്ല. കാരണം ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും നമ്മുടെ ബിഗ് ബുക്ക് ഉണ്ടായി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിന്റ് ചെയ്തത്. അപ്പൊ ബിഗ് ബുക്ക് ഉള്ളപ്പോൾ തന്നെ നമുക്ക് 11th സ്റ്റെപ്പ് പ്രയർ ഉണ്ട്. അതുകൊണ്ട് ശരിക്കുള്ള 11th സ്റ്റെപ്പ് പ്രയർ ബിഗ് ബുക്കിലുള്ള പ്രയറാണ്. 12 പടികളും 12 പാരമ്പര്യങ്ങളും എഴുതിയിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ സെയിന്റ് ആയിരുന്ന സെയിന്റ് ഫ്രാൻസിസ് എഴുതിയ പ്രാർത്ഥന അവിടെ എടുത്തിരിക്കുന്നുള്ളൂ. അതും 11ാമത്തെ പടി പ്രാർത്ഥനയായിട്ട് 11ാമത്തെ പടിയിലുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ബിഗ് ബുക്കിലുള്ള പ്രകാരമുള്ള 11th സ്റ്റെപ്പ് പ്രയർ ഇവിടെ ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തേക്കുള്ള പതിവ്. അത് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ 11th സ്റ്റെപ്പ് പ്രയർ ഇതാണ്. നിങ്ങളത് നിങ്ങളുടെ ബിഗ് ബുക്കുള്ളവർ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികാട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ആത്മനിന്ദയിൽ നിന്നും അസത്യത്തിൽ നിന്നും പൻകാര്യ മാത്ര നിഷ്ഠയിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് ആവശ്യമായ മാർഗസിദ്ധിക്ക് വേണ്ടി. ഇതാണ് 11th സ്റ്റെപ്പ് പ്രയർ, 11ാമത്തെ പടി പ്രാർത്ഥന. ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ പ്രയറിനെ കുറിച്ച് അറിയത്തില്ല. എന്നിട്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് ആരും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയുള്ളൊരു ഇത് പലരും വിചാരിക്കും. 11ാമത്തെ പടിയിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള പുസ്തകങ്ങളിൽ ആ പ്രയർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പലരും അതാണ് 11th സ്റ്റെപ്പ് പ്രയർ എന്നിരിക്കും. അതല്ല, ഇതാണ് 11th സ്റ്റെപ്പ് പ്രയർ. ബിഗ് ബുക്ക് എഴുതിയപ്പോൾ തന്നെ 11th സ്റ്റെപ്പ് പ്രയർ ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് 1946 47 55 വന്നത്. അപ്പൊ അത് നമുക്ക് ഊഹിക്കാലോ. കോമൺ സെൻസ്, സാമാന്യ ബുദ്ധിക്ക് അനുസരിക്കുക 11ാമത്തെ പടിയുടെ പ്രാർത്ഥന ഇതാണെന്നാണ്. അതാണ് സാധാരണ എല്ലായിടത്തും പ്രിന്റഡ് ഫോർമാറ്റിലുണ്ടത്, എയുടെ ലിറ്ററേച്ചറുകളിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളുടെ മാനസികമായി ഉറച്ച മനസ്സിലൂടെ പ്രയോഗക്ഷമമാക്കാൻ കഴിയും. കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ദൈവം ഞങ്ങൾക്ക് തലച്ചോറ് നൽകിയിട്ടുണ്ട്. ദുർമോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചിന്ത മുക്തമാക്കപ്പെടുമ്പോൾ ചിന്തയുടെ ബലമുള്ള ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ഉയർന്ന തലത്തിലെത്തുന്നു. ദുർമോഹങ്ങളിൽ നിന്ന് പട്ടി കുറയ്ക്കുന്ന ഒച്ചയൊക്കെന്നുണ്ട് എനിക്ക്. അടുത്ത് കുറച്ച് അപ്പുറത്തും കുറെ പട്ടികൾ കോരിയിടുന്നുണ്ട്. അപ്പൊ ദുർമോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചിന്ത മുക്തമാക്കപ്പെടുമ്പോൾ ചിന്തയുടെ പിൻബലമുള്ള ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ഉയർന്ന തലത്തിലെത്തുന്നു. അപ്പൊ ഈ ദുർമോഹങ്ങളാണ് നമുക്കിടയിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ദുർമോഹങ്ങൾ. അപ്പൊ ഇവിടെ ആ ദുർമോഹങ്ങൾ എന്താണ്? ആത്മനിന്ദയിൽ നിന്നും അസത്യത്തിൽ നിന്നും തൻകാര്യ മാത്രത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 11ാമത്തെ പടി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് വഴികെട്ടാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ ആർക്കും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ആർക്കും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത പാരഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇന്നത്തേത് മാത്രമായ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അനിശ്ചിതത്വം അഭിമുഖീകരിച്ചേക്കാം. അൺസർട്ടനിറ്റി, ഐ ആം നോട്ട് ഷുവർ. ഏതു തരത്തിലുള്ള നടപടിക്രമമാണ് എടുക്കുന്നത് തീരുമാനിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചേക്കാം. ഈ സന്ദർഭത്തിൽ പ്രചോദനത്തിനും സഹജാവബോധ ചിന്തകൾക്കും തീരുമാനത്തിനുമായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. പ്രേയിങ്, ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയാസരഹിതമായ നില അവലംബിച്ചിട്ട് അതിന് ലളിതമായി കൂടുതൽ യാതൊരു വലിയ
ഗുസ്തി പിടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ബിക്കോസ് നമ്മൾ മൂന്നാമത്തെ പടിയുടെ ഭാഗത്ത് വായിച്ചു വരുന്നുണ്ട്. ഗോഡ് ഹീസ് മൈ ഡയറക്ടർ, ഹീസ് മൈ ഫാദർ, ഹീസ് മൈ പ്രിൻസിപ്പൽ. അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ മക്കളാണ്. അദ്ദേഹം എന്റെ ഡയറക്ടറാണ്, അദ്ദേഹമാണ് എന്റെ മുതലാളി. പിന്നെ എന്തിനാ നമ്മളിതിന് ഭയപ്പെടുന്നത്? ഇതെല്ലാം ഈ പ്രോസസ്സിലെ ഒന്നാമത്തെ പടി മുതൽ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് ഒരു പ്രോസസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ജപം നടന്നുകൊണ്ടിരിക്കണം, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ ദുശ്ചിന്തകൾക്ക് യാതൊരു വിധത്തിലുള്ള സാധ്യതകൾക്കും നമ്മൾ വികാരങ്ങൾക്ക് സാധ്യത കൊടുക്കരുത്. അപ്പൊ അതിനാണ് പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് 11th സ്റ്റെപ്പ്. 12th സ്റ്റെപ്പിന്റെ സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് ആർക്കും നിർവചിക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്നുള്ളത്. സ്പിരിച്വൽ അവേക്കനിങ് ബിഗ് ബുക്കിൽ പോലും വിൽസൺ പോലെ എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഏഴ് വരുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വാട്ട് ഈസ് ദ സ്പിരിച്വൽ അവേക്കനിങ് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചു തന്നെ അറിയണം. അനുഭവിച്ചറിയുന്ന ആർക്കും അത് എഴുതാനും പറ്റത്തില്ല. മരണത്തെ കുറിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ആർക്കും എഴുതാൻ പറ്റില്ല. എന്താണ് മരണം? ഒരു അനുഭവമില്ല ആർക്കും. പറ്റുപോയതിനു ശേഷം ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് സ്പിരിച്വൽ അവേക്കനിങ്. Nobody can explain it. അപ്പൊ ഈ ആയാസരഹിതമായ നില ഒന്നിച്ച് അതിനെ ലളിതമായി, സിമ്പിൾ സിറ്റി, അതാണ് നമ്മുടെ ഒരു ലോകമല്ലേ. കീപ് ഇറ്റ് സിമ്പിൾ എന്ന് വിചാരിച്ചുകൊണ്ട് ലളിതമായി തന്നതാണ്. ബട്ട് ഐ ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അമ്പത്താറാമത്തെ പേജിൽ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു പോവാം. ഞങ്ങളുടെ അടുത്ത നടപടിക്രമം എന്തായിരിക്കും വെളിപ്പെടുത്തി തരുന്നതിനും ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ ജാഗരൂകത്തിന് ആവശ്യമായ ശക്തി നിൽക്കുന്നതിനുള്ള പ്രാർത്ഥനയോട് വേണ്ടി ഞങ്ങളുടെ ധ്യാനം സാധാരണ സമാപിക്കുന്നത്. ഞങ്ങളുടെ അടുത്തത് ആ ധ്യാനം എന്താണ്? സാധാരണ ധ്യാനം നമ്മൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച്, അന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താണ് അതിനകത്ത് ആ ധ്യാനം സമാപിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ഞങ്ങളുടെ തന്നിഷ്ടത്തിൽ നിന്നും വിമുക്തതയ്ക്കായി പ്രത്യേക അപേക്ഷിക്കുകയും സ്വന്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ പ്രാർത്ഥന വേളയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 11ാമത്തെ പടിയിലെത്തുമ്പോൾ നമുക്ക് യാതൊരു ഡിമാൻഡ്, ഒരാവശ്യവും ഞാൻ പറയില്ല ദൈവത്തിനോട്. നമുക്ക് ഒരാവശ്യം ദൈവത്തിനോട് ആവശ്യമുണ്ട്. എനിക്ക് കാറുണ്ടാവണം, എനിക്ക് വീടുണ്ടാക്കി തരണേ, അല്ലെങ്കിൽ എന്റെ കടങ്ങളെ തീരണേ, അങ്ങനെ എന്ത്, എന്റെ മക്കളെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, ഒരാവശ്യം പറയേണ്ട വരില്ല. അങ്ങനെ ഒരു മനസ്സ് വിചാരിക്കും. ബിക്കോസ് എനിക്കും ദൈവമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കും. അതിനോ എനിക്ക് എന്താണ് വേണ്ടെന്നുള്ള ദൈവത്തിനറിയാം. എന്റെ ആഗ്രഹങ്ങളെ ദൈവം മനസ്സിലാക്കും. നമ്മള് വ്യക്തികൾ തമ്മിലാണെങ്കിലും നമ്മളൊരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ എന്താണ്, നല്ല ഏറ്റവും അടുത്ത് നല്ലൊരു സുഹൃത്തിനാണ് എനിക്ക് എന്താണ് ആവശ്യം, നമ്മൾ ഷാജനറിയാം. ഷാജൻ എന്താണ് ആവശ്യം എന്ന് എനിക്കറിയാം. എന്നോട് പറയാതെ തന്നെ അറിയാം. എനിക്ക് വേണ്ടിയിട്ട് ഷാജൻ കരുതും, ഷാജന് വേണ്ടിയിട്ട് ഞാൻ കരുതും. എന്നതുപോലെ തന്നെയുള്ള ഒരു ബന്ധമാണ് ഇവിടെ ദൈവമായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ പടി പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ സ്വയം അന്വേഷിക്കും. ഞങ്ങളുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളിൽ പലരും ധാരാളം തവണ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയം പാഴാക്കിയിട്ടുള്ളവരും അത് നിഷ്ഫലമാണ്. കാരണം ഇത് കണ്ടല്ലേ, അത് ആലോചിച്ച് നോക്കിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചില ആവശ്യങ്ങളൊക്കെ വരാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ബിഗ് ബുക്ക് പറയുന്നതാണ്, ഞങ്ങളിൽ പലരും ധാരാളം തവണ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയം പാഴാക്കിയിട്ടുള്ളത്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. ഒരാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥനയിൽ പലരും തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കുക. ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ്. ആ ഡിഫിക്കൽട്ടി ഇതാ മാത്രമാണ്. എന്താണ് ഡിഫിക്കൽട്ടി? ഈ പടികൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ആ വിശ്വാസവും ആ സമർപ്പണത്തെ കുറിച്ചുള്ള എന്നെ തടഞ്ഞു നിർത്തുന്നതാണ് എന്റെ ഡിഫിക്കൽട്ടി. ടേക്ക് അവേ മൈ പ്രോബ്ലംസ് എന്നല്ല മൂന്നാമത്തെ പടി പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ പ്രശ്നമുണ്ട്, അതിനെ ദൂരീകരിക്കുക. ഇൻഫാക്ട് അതല്ല. ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ്. My difficulty is to do this program. ആ മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥന I will not mind be done. എന്നാൽ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കണമെന്ന പ്രാർത്ഥന. പിന്നെ അതിനകത്ത് പിന്നെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്റെ പ്രോബ്ലംസ് അല്ല പറയുന്നത്.
ഏഴാമത്തെ പടിയിലും അതാണ്, എന്നിലുള്ള നല്ലതും ചീത്തനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും. അവിടെ ഒന്നും ആവശ്യപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യലാഭത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് സമയം കഴിക്കുന്ന പതാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രഭാത ധ്യാനം ദിനചര്യയാക്കിയിട്ടുള്ളത് മതവിശ്വാസത്തിൽപ്പെടുന്നവരാണ്. അത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. അപ്പൊ നമ്മളൊരു ഏതെങ്കിലും പ്രാർത്ഥന കൂട്ടായ്മകള്, സത്സംഗങ്ങള്, അല്ലെങ്കിൽ ഇസ്ലാമിലുള്ളവരാണെങ്കിൽ അവരുടേതായിട്ടുള്ള യോഗങ്ങള്, അതിലൊക്കെ പങ്കെടുക്കണം. ഞങ്ങൾ പ്രഭാത ധ്യാനം ദിനചര്യയാക്കിയിട്ട് അവിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിൽ അത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. ഏതെങ്കിലും മതവിഭാഗത്തിൽ പെടുന്നവരല്ല ഞങ്ങളെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം ഇതുവരെ ചർച്ച ചെയ്ത തത്വങ്ങൾക്ക് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള, ഇനി ഒരു മതവിഭാഗത്തിൽപ്പെട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പടികൾ കൂടിയിട്ടുള്ള ഒരു, നമ്മുടെ ഇവിടെ ഇന്ത്യയിലൊന്നുമില്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 11th സ്റ്റെപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്, 11th സ്റ്റെപ്പ് പ്രയർ ഗ്രൂപ്പ്, പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ഗ്രൂപ്പ്, 11th സ്റ്റെപ്പിനെ കുറിച്ച് മാത്രമുള്ള ഡിസ്കഷൻ മാത്രമുള്ള അതിനകത്ത്. അവിടെ അവരെ ആ ഏത് രീതിയിലേക്ക് അനുസരിച്ചുള്ള ഏകങ്ങളാണെന്നത് അവിടെ വേറെ ഒന്നുമില്ല. അതിനകത്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനാ ധ്യാനത്തിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ഇന്ത്യയിലുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു സജഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുക്കുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, വളരെയേറെ സഹായകരമായ നിരവധി പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും ചില ആളുകൾ പറയും, അച്ഛന്മാരെയൊക്കെ അച്ഛന്മാരെ മറ്റുള്ള മത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അറിയില്ല, അതുകൊണ്ട് പലരും ബാധിക്കുന്നവരുണ്ട്. അവരെയൊക്കെ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിപ്പിക്കുന്നത്? അതിനകത്ത് എന്താ കാര്യം എന്ന് പറയും, എന്താ ബിഗ് ബുക്ക് പറയുന്നത്? ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വൈദികന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ലഭ്യമാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരെ ഉപയോഗിച്ചിരിക്കണം. മതനിഷ്ഠ ആളുകൾ എത്രമാത്രം ശരി ചെയ്യുന്നവരാണ് എന്ന് കാണുവാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യം കാണിക്കുന്നു. അവർ നൽകുന്ന നല്ല കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ സന്നദ്ധരാകും. എന്നെയൊക്കെ ചിലർ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ചിലരൊക്കെ പറയേണ്ടത് എന്താ ഭയങ്കര എന്താണ് ആത്മീയ ഗുരുവാകാൻ പോകുന്നത്. ഒരു ആത്മീയ ഗുരുവാകുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ അതിന്റെ സുഖം കിട്ടുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മതമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ 11-11ാമത്തെ പടിയിൽ നമ്മുടെ ബിജുക്ക് പറയുന്നത്. നമ്മൾ എന്തിനേയും നിഷേധിക്കുന്നില്ല. എന്ത് നല്ലതിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ നോക്കുന്നത്, നല്ലതിനെ ഇതിനെയും. പക്ഷെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, എന്നെ സംബന്ധിച്ചോളം എന്റെ ലൈഫിലെ ഈ 12 പടികളാണ്. ഇത് വിട്ടിട്ടുള്ള എത്ര വലിയ മതത്തിലേക്കോ ഏതെല്ലാം രീതിയിലേക്ക് പോയാലും എപ്പോഴും എന്റെ ഉള്ളിൽ ഓർമ്മ ഉണ്ടായിരിക്കും, I'm an alcoholic and my life is unmanageable. പിന്നീട് പറയുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ ദിവസം ഞങ്ങൾ വികാര വിഷമത്തിലോ സമസ്തരോ സംശയഗ്രസ്തമോ ശരിയായ ചിന്തയ്ക്കും പ്രവർത്തിക്കും വേണ്ടി ഒരു നിമിഷം ഒരു മിനിറ്റ് എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ സ്പോൺസറെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെ പെട്ടെന്ന് എന്റെ 11ാമത്തെ പടിയിലെത്തുമ്പോഴത്തേക്ക് സാധാരണ ഇതിന് നന്നായിട്ട് ഇതൊരു സ്പോൺസറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും ചെയ്യാലോ, ജസ്റ്റ് ഇപ്പോ സ്റ്റോപ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് മുമ്പ് എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ ആത്മസംയമനം, സമചിത്തത എന്നൊക്കെ പറയും, സമചിത്തത, ഈ ഭാവത്തിലേക്ക് എനിക്ക് വരാൻ സാധിക്കും. അപ്പൊ അതിനെന്താണ് എനിക്ക് തോന്നുന്നു ഒരു നിമിഷം എന്റെ പുറത്തുള്ള കണ്ണ് തുറന്നിരുന്നാൽ അകത്തുള്ള കണ്ണിനെ നടത്തി വെച്ചിട്ട് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉത്തരം എന്റെ ചെവിയിൽ എനിക്ക് കേൾക്കാൻ പറ്റും. കാരണം ആ പ്രാർത്ഥനയിൽ കൂടി ജീവിതമാകുന്ന നാടകം കളിക്കൽ ഞങ്ങളല്ല നടത്തുന്നതെന്ന് നിരന്തരമായി സ്വയം ഓർമ്മിക്കും. അങ്ങനെ ഗോഡ് യു പ്ലീസ് ഗൈഡ് മീ, ഇങ്ങനെ എന്നെ വഴി നയിക്കണമെന്ന് എന്നുള്ളൊരു ഏതാണ് അതിന്റെ മുമ്പോട്ട് എഴുതിക്കുന്നത്. ദൈവഹിതം നടക്കണമേ, thy will not be done, thy will not be done, thy will not be done, thy will not be done.
അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം ഉള്ളൊരു പ്രാർത്ഥനയുടെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി നമുക്ക് ഒരു ബുദ്ധിമുട്ട് മറക്കും. ആ ഒരു സിക്സ്ത് സെൻസിലേക്ക് നമുക്ക് എത്താം. അങ്ങനെ വരുമ്പോൾ മനോവിഭ്രാന്തികളിൽ നിന്നും ഭയം, കോപം, ആകുലത, സ്വയം ശ്രദ്ധാവ് എന്നിവയിൽ നിന്നും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞങ്ങൾ കഴിയുന്നു. കുറെ കൂടി പ്രാപ്തിയുള്ളവരായി ഞങ്ങൾ മാറും. ഈ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇരിക്കുന്ന അമിത മദ്യപാന സക്രാൻ നമ്മൾ തികച്ചും അച്ചടക്കരഹിതരാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വരച്ചു കാട്ടിയിരിക്കുന്ന മാർഗത്തിലൂടെ ഞങ്ങൾ അച്ചടക്കമുള്ളവരാനുള്ള ചുമതല ഞങ്ങൾ ദൈവത്തെ ഗോഡ് എന്നെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് എന്നെ നടത്തിക്കണം എന്നുള്ള പ്രാർത്ഥന. ഇൻഡിസിപ്ലിൻഡ് ആയിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മൾ സ്വയം ആലോചിച്ചാൽ 4ാമത്തെ പടിയിൽ നമുക്ക് മനസ്സിലാവും. 4th സ്റ്റെപ്പിൽ നമുക്ക് ശരിക്കും 6ാമത്തെ 7ാമത്തെ പടിയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ചെയ്തുകൊണ്ടെല്ലാമായില്ല, കൂടുതൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ഉണ്ടാകാനുള്ള അധ്വാനം കൂടാതെയുള്ള വിശ്വാസമൃതമാണ്. അധ്വാനം കൂടാതെയുള്ള വിശ്വാസം. ആക്ഷൻ വിത്തൗട്ട് ഫെയ്ത്ത് ഈസ് യൂസ്ലെസ്. ഒരു മൃതമാണ്. അപ്പൊ ഈ ഇത്രയും വെച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. 11ാമത്തെ പടി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.